ഒരിക്കൽ ആഹാരം തേടി മണ്ണിൽ ചീകി നടന്ന തള്ളക്കോഴിക്ക് കുറച്ച് വിരകളെ കിട്ടി. തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം വിരകളെ പങ്കുവെച്ച് നൽകിയെങ്കിലും കൂട്ടത്തിലെ പാവം തവിട്ട് നിറമുള്ള കുഞ്ഞിന് മാത്രം ഒന്നും കഴിക്കാൻ കിട്ടിയില്ല. അതിനിടയിൽ ഒരു വിര ആ കുഞ്ഞിന്റെ മുഖത്തടിക്കുകയും അതവനെ ഓടിക്കുകയും ചെയ്തു. പെട്ടെന്ന് വലിയ കാറ്റും മഴയും തുടങ്ങിയപ്പോൾ തള്ളക്കോഴി തന്റെ ചിറകിനടിയിൽ കുഞ്ഞുങ്ങളെ ഒളിപ്പിച്ച് വേഗത്തിൽ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ ശേഷം തള്ളക്കോഴി കുഞ്ഞുങ്ങളെ എണ്ണി നോക്കിയപ്പോഴാണ് ഒരു കുഞ്ഞിനെ കാണാനില്ലെന്ന് മനസ്സിലായത്. മഴയത്ത് തനിച്ച് കുടുങ്ങിപ്പോയ ആ കുഞ്ഞിനെ തള്ളക്കോഴി കുടയുമെടുത്തു പോയി സാഹസികമായി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. പക്ഷെ അപ്പോഴേക്കും മഴ നനഞ്ഞ ആ കുഞ്ഞിന് നല്ല പനി പിടിച്ചിരുന്നു. തള്ളക്കോഴി ഉടൻ തന്നെ ഒരു ഡോക്ടറെ വിളിക്കാൻ പുറത്തേക്ക് പോയി. ഈ തക്കം നോക്കി തന്ത്രശാലിയായ ഒരു മരപ്പട്ടി ഡോക്ടറുടെ വേഷം കെട്ടി അവരുടെ വീട്ടിലെത്തി. ഡോക്ടറാണെന്ന് കരുതി പാവം കുഞ്ഞുങ്ങൾ വാതിൽ തുറന്നു കൊടുത്തു. അകത്തു കയറിയ മരപ്പട്ടി തന്റെ തനിസ്വരൂപം പുറത്തെടുത്ത് കുഞ്ഞുങ്ങളെ പിടിക്കാൻ ആഞ്ഞു. എന്നാൽ നമ്മുടെ കുട്ടിപ്പട്ടാളം ഒട്ടും പേടിച്ചില്ല. അവർ ഒത്തൊരുമയോടെ അവനെ നേരിടാൻ തീരുമാനിച്ചു. അവർ ചോളമണികൾ അടുപ്പിലിട്ട് പോപ്കോൺ ആക്കി വെടിയുണ്ടകൾ പോലെ അവന് നേരെ തൊടുത്തുവിട്ടു. മറ്റൊരു കുഞ്ഞ് മരപ്പട്ടിയുടെ മൂക്കിനെ ഒരു പഞ്ചിങ് ബാഗ് പോലെ ഇടിച്ചു നിരത്തി. മറ്റുള്ളവർ സ്ലിംഗ് ഷോട്ട് ഉപയോഗിച്ച് അവനെ എറിഞ്ഞു വീഴ്ത്തി. പനി പിടിച്ച കുഞ്ഞ് അവന്റെ മുഖത്തേക്ക് തുമ്മുകയും മറ്റൊരാൾ ചുറ്റിക കൊണ്ട് തലക്കടിക്കുകയും ചെയ്തതോടെ അവൻ ബോധരഹിതനായി. ആ സമയം തള്ളക്കോഴി ശരിക്കുള്ള ഡോക്ടറുമായി അവിടെ എത്തി. ഡോക്ടറുടെ കയ്യിലിരുന്ന മരുന്ന് കണ്ടതും പേടിച്ചിരണ്ട മരപ്പട്ടി ജനലിലൂടെ ചാടിയോടി രക്ഷപ്പെട്ടു. ബുദ്ധിപൂർവം പ്രവർത്തിച്ച കുഞ്ഞുങ്ങൾ തങ്ങളുടെ വിജയം സന്തോഷത്തോടെ ആഘോഷിച്ചു.